ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ. കുൽക്കല്ലൂർ മപ്പാട്ടുകര റെയിൽവേ അണ്ടർ ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായതായി മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 6 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. കുലുക്കല്ലൂർ കിഴക്കേ മപ്പാട്ടുകരയും പടിഞ്ഞാറേ മപ്പാട്ടുകരയും ബന്ധിപ്പിക്കുന്ന മപ്പാട്ടുകര റെയിൽവേ അണ്ടർബ്രിഡ്ജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ടെൻഡർ നടപടികളാണ് പൂർത്തിയായിരിക്കുന്നത്. നിലവിൽ റെയിൽവേ ടെൻഡർ ബോർഡിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ്. ഈ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാകുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഒരു പ്രദേശത്തെ വിഭജിച്ചുകൊണ്ട് റെയിൽവേ ലൈൻ കടന്നുപോകുന്നതിനാൽ നിലവിൽ ചെറിയ കാറുകൾക്ക് മാത്രം കടന്നുപോകാൻ കഴിയുന്ന വീതി കുറഞ്ഞൊരു അടിപ്പാത മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. വലിയ വാഹനങ്ങൾക്ക് കൂടി ഗതാഗതം സാധ്യമാക്കുന്ന തരത്തിൽ പാത നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യമുണ്ടായിരുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രധാന ബജറ്റ് പദ്ധതികളിൽ ഒന്നായിരുന്നു ഇത്. പദ്ധതിക്കായി റെയിൽവേയിൽ നിന്നും ആവശ്യമായ ഫണ്ട് ലഭ്യമാകാതിരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൽ നിന്നും 6 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയാണ് നിർമ്മാണ പ്രവൃത്തികൾക്കുള്ള നടപടികൾ ആരംഭിച്ചത്. 2024-25 സംസ്ഥാന ബജറ്റിൽ പദ്ധതി ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം തയ്യാറാക്കിയ എസ്റ്റിമേറ്റിന് സംസ്ഥാന സർക്കാർ നേരത്തെ അനുമതി നൽകിയിരുന്നു. ഈ തുകയിൽ നിന്നും അടിപ്പാത നിർമ്മാണത്തിനായി 4,24,25,605 രൂപയാണ് കഴിഞ്ഞ ഡിസംബറിൽ സദൻ റെയിൽവേക്ക് സംസ്ഥാന സർക്കാർ കൈമാറിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ റെയിൽവേ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതിനിടെ നിരക്കുകൾ വന്ന മാറ്റം കാരണം പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തുക 6.23 കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. എന്നാൽ പുതുക്കിയ ഭരണാനുമതിക്കായി കാത്തുനിന്ന് പദ്ധതി വീണ്ടും വൈകിപ്പിക്കാതിരിക്കുവാനാണ് നിലവിൽ അനുവദിച്ച തുകയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. ബാക്കി വരുന്ന പ്രവൃത്തികൾക്ക് പിന്നീട് പുതുക്കിയ ഭരണാനുമതി ലഭ്യമാകും. പദ്ധതിയുടെ പ്രാരംഭ ഡിസൈൻ തയ്യാറാക്കുന്നതിന് MLAയുടെ പ്രാദേശിക വിസർവനിൽ നിന്നുമാണ് തുക അനുവദിച്ചത്. അപ്രോച്ച് റോഡിന് ആവശ്യമായ സ്ഥലം ലഭ്യമാക്കുന്നതിനായി മുൻ പഞ്ചായത്ത് ഭരണസമിതിയും നാട്ടുകാരും MLAയും ചേർന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. റെയിൽവേ ടെൻഡർ ബോർഡിന്റെ ഔദ്യോഗിക അനുമതി ലഭിച്ചാലുടൻ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. നമ്മുടെ മപ്പാട്ടുകര റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് ദീർഘകാലമായി നാട്ടുകാരുടെ ആവശ്യമായിട്ടുള്ള ഒന്നാണ്. കിഴക്കേ മപ്പാട്ടുകരയും പടിഞ്ഞാറേ മപ്പാട്ടുകരയും രണ്ടായിട്ട് വിഭജിച്ച് റെയിൽവേ ലൈന് കടന്നു പോകുന്നു. ചെറിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകാനുള്ള അണ്ടർ ബ്രിഡ്ജാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അത് വീതി കൂട്ടി വലിയ വാഹനങ്ങൾക്ക് കൂടി പോകാൻ കഴിയുന്ന രീതിയിലേക്കാക്കാൻ ദീർഘനാളായി ആളുകൾ ആവശ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ 2024-25 ബഡ്ജറ്റിൽ ഫണ്ട് വെക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. ഡിസൈൻ ചെയ്യാൻ MLA ഫണ്ടിൽ പ്രാരംഭ നടപടികൾക്ക് വേണ്ടി ഫണ്ടും അനുവദിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 4.25 കോടി രൂപ റെയിൽവേക്ക് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ആ ഫണ്ട് ലഭ്യമാക്കി അടച്ചു കഴിഞ്ഞിരുന്നു. അതിൻ്റെ ടെൻഡർ നടപടിയും മറ്റു കാര്യങ്ങളും റെയിൽവേ ആണ് ചെയ്യേണ്ടിയിരുന്നത്. റെയിൽവേ അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ടെൻഡർ പൂർത്തീകരിച്ച് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് റെയിൽവേയുടെ ടെൻഡർ ബോർഡ് അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ അംഗീകാരം ഉടൻ കിട്ടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതാനും ദിവസം കൊണ്ട് കിട്ടുമെന്നാണ് കരുതുന്നത്. ആ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ വർക്ക് ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറെ സന്തോഷമുള്ള കാര്യം. അവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് ഭരണസമിതിയും ഒക്കെ ചേർന്നുകൊണ്ട് സ്ഥലം ലഭ്യമാക്കി നൽകിയിരുന്നു. അവിടെ നമുക്കറിയാം അപ്രോച്ച് റോഡ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള സ്ഥലം ലഭ്യമാക്കി തന്ന ആളുകളോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എന്തായിരുന്നാലും ഈ റെയിൽവേ ബോർഡിൻ്റെ ഈ ടെൻഡർ പൂർത്തീകരിച്ചതിനുള്ള അംഗീകാരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് വർക്ക് ആരംഭിക്കാൻ കഴിയുന്ന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത്.